ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് BSc നഴ്സിംഗ് ആൻഡ് മറ്റ് അലൈഡ് ഹെൽത്ത് പാരാമെഡിക്കൽ കോഴ്സസിന് വേണ്ടിയിട്ടുള്ള ജിപ്മറിൻ്റെ പ്രൊവിഷണൽ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയും ആരൊക്കെയാണ് കൗൺസിലിങ്ങിന് പോകേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, എന്താണ് കൗൺസിലിംഗ്, എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ, ഇതിനെ പറ്റിയിട്ടുള്ള ഓവറോൾ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ജിപ്മറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകുക കേട്ടോ. അപ്പോൾ ജിപ്മർ വെബ്സൈറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓവറോൾ പ്രൊവിഷണൽ മെറിറ്റ് ലിസ്റ്റ് ഫോർ BSc അഡ്മിഷൻ 2025-26. ഇതൊരു ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ആരൊക്കെയാണ് ഇപ്രാവശ്യത്തെ പ്രൊവിഷണൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്നൊരു പേജ് നിങ്ങൾക്ക് ഓപ്പണായി കാണുന്നതായിരിക്കും. അതിൽ റാങ്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ജിപ്മറിൻ്റെ റാങ്കും കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ കാറ്റഗറി റിസർവേഷൻ ഉണ്ട് എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. പ്രാവശ്യം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, അതായത് ജിപ്മറിൻ്റെ പ്രൊവിഷണൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും നീറ്റ് സ്കോറൊക്കെ അനുബന്ധിച്ചാണ്. 532 നീറ്റ് സ്കോറുള്ള കുട്ടിക്കാണ് ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. പിന്നെ ടോട്ടൽ ഒരു 3037 സ്റ്റുഡൻസിനാണ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസിന് മാത്രമായിരിക്കും കൗൺസിലിങ്ങിന് പോകാനായിട്ട് വരുന്നുണ്ടാവുക. കൗൺസിലിങ്ങിന് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാനായിട്ടുണ്ട്. അനക്സ്റ്റർ 1 എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ തരംതിരിച്ചിട്ടുണ്ട്, അനക്സ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടും കുട്ടികളെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ അനക്സ്റ്റർ 1 വരുന്ന കുട്ടികൾ, അതായത് ആദ്യമായിട്ട് അനക്സ്റ്റർ 1 പ്രൊവിഷണൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന കുട്ടികൾ, അവരെ ആയിരിക്കും ആദ്യം കൗൺസിലിങ്ങിന് വിളിക്കുക. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോകണം. ഇവിടെയാണ് പോകേണ്ടത്, അത് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. അതിന് മുന്നോടിയായിട്ട് ഈ അനക്സ്റ്റർ 1 കുട്ടികൾക്ക് ഒക്ടോബർ 18 മുന്നോടിയായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഏത് ഇമെയിൽ ID ആണോ കൊടുത്തത് ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് പുറത്ത് വരുന്നതായിരിക്കും. ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ആ മെയിൽ IDയിൽ നിന്നും ആ ഒരു PDF ആണോ അല്ലെങ്കിൽ ഫോട്ടോയാണോ അത് പ്രിൻ്റ് എടുക്കുക. നിങ്ങളത് കയ്യിലുണ്ടാകണം നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ജിപ്മറിൻ്റെ റാങ്ക് എത്രയാണ്, കാറ്റഗറി റാങ്ക് എത്രയാണ്, നിങ്ങളുടെ മാർക്ക് എത്രയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ടോട്ടൽ 3037 സ്റ്റുഡൻസ് ആണ് റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇവരെ മാത്രമായിരിക്കും കൗൺസിലിങ്ങിന് വിളിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 3037 കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വാക്കൻസി സീറ്റായിട്ട് വരുന്നത് വെറും 181 സീറ്റുകളാണ് ടോട്ടൽ എല്ലാ കോഴ്സും ചേർത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ ആദ്യത്തെ റാങ്ക് വരുന്ന കുട്ടികൾക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഇത് കിട്ടിയതിന് ശേഷം കൗൺസിലിങ്ങിന് പോകുന്ന കുട്ടികൾക്ക് മാത്രമേ ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയും സാധിക്കുകയുള്ളൂ. സൈറ്റിൽ വന്നിരിക്കുന്ന നോട്ടും കൂടി നിങ്ങൾ നോക്കുക. ദ മെറിറ്റ് ലിസ്റ്റ് ഡിക്ലെയർഡ് ആർ പ്രൊവിഷണൽ, ഫൈനൽ റാങ്ക് ആൻഡ് എലിജിബിലിറ്റി ആർ സബ്ജക്റ്റ് ടു വെരിഫിക്കേഷൻ. അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് മെറിറ്റ് ലിസ്റ്റാണ്. ഇതിൽ കിട്ടിയ എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല. ആരൊക്കെയാണോ കൗൺസിലിങ്ങിന് പോകുന്നത് അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. സീറ്റ് വാക്കൻസിയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. BSc നഴ്സിങ്ങിന് 94 സീറ്റാണ്. അതിന് ഫീമെയിൽസിന് വരുന്നത് 85 സീറ്റും ബാക്കി മെയിൽസിന് വരുന്നത് 9 സീറ്റുമാണ്. അതുപോലെ BSc എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസിന് ടോട്ടൽ 87 സീറ്റാണ് വരുന്നത്. അതിൽ ബാച്ചിലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ് 37 സീറ്റാണ് വരുന്നത്. ബാക്കിയുള്ള പാരാമെഡിക്കൽ കോഴ്സസിനെല്ലാം 5 സീറ്റുകൾ വീതമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 181 സീറ്റുകൾ മാത്രമാണ് ഇവിടെ വാക്കൻസി ആയിട്ടുള്ളത്. നിങ്ങൾ കൗൺസിലിങ്ങിന് പോകാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 28-ാം തീയതിയാണ്, ഒക്ടോബർ, ചൊവ്വാഴ്ച. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോകണം. നിങ്ങൾ പോകേണ്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയം, ജിപ്മർ, പുതുച്ചേരി, അവിടെയാണ് നിങ്ങൾ പോകേണ്ടത്. പോകുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് അതുപോലെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് കൗൺസിലിംഗ് നടത്തി അഡ്മിഷൻ അവിടെ നിന്ന് സ്പോട്ടായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഡയറക്റ്റ് പോകേണ്ടി വരുന്നത്. സ്റ്റുഡൻസ് പോകണം എന്നുള്ളത് നിർബന്ധമാണ്. ആദ്യം കൗൺസിലിങ്ങിന് വിളിക്കുന്നത് അനക്സ്റ്റർ 1 സ്റ്റുഡൻസിനെ ആയിരിക്കും. 1021 മുതൽ 2040 വരെയുള്ള സ്റ്റുഡൻസിന് 10:30 മുതൽ 12:30 വരെ ആയിരുന്നെങ്കിൽ റിപ്പോർട്ടിംഗ് ടൈം. 2041 മുതൽ 3037 വരെയുള്ള സ്റ്റുഡൻസിന് 12:30 മുതലാണ് റിപ്പോർട്ടിംഗ് ടൈം. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ.
ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം കയ്യിൽ വെച്ചിരിക്കുക. അതുപോലെ നിങ്ങളുടെ മെയിലിൽ വന്നിട്ടുള്ള ചെക്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുക. അതുപോലെ നിങ്ങൾ നീറ്റിന് എക്സാം എഴുതാൻ പോയപ്പോൾ നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാകും, അത് കയ്യിൽ വെക്കുക. നീറ്റിൻ്റെ സ്കോർ കാർഡ് കയ്യിൽ വെക്കുക. ജിപ്മറിൻ്റെ BSc കോഴ്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിൽ വെക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന പ്രൂഫ് കയ്യിലുണ്ടാകണം. 10, +2 ഇതൊക്കെ പഠിച്ചിറങ്ങിയതിൻ്റെയുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതോടൊപ്പം അറ്റസ്റ്റഡ് കോപ്പീസും വേണം. അതോടൊപ്പം അറ്റസ്റ്റ് ചെയ്യാത്ത കോപ്പീസും ഒക്കെ നിങ്ങൾ കയ്യിൽ വെക്കാൻ വേണ്ടി കരുതുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ CC സർട്ടിഫിക്കറ്റ് വേണം. CC സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ 6 മാസത്തെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓൾറെഡി സ്കൂളിൽ നിന്നും ഇറങ്ങിയ സമയത്ത് ഒരു CC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും, നിങ്ങൾ അതും കയ്യിൽ കരുതുക. അതുപോലെ പുതിയതായിട്ടുള്ള CC സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക കേട്ടോ. ഏത് കയ്യിൽ കരുതാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ചില കോളേജസിൽ ചില ടൈമിൽ ചോദിക്കാറുണ്ട്, വാലിഡിറ്റി പുതുക്കിയതല്ലാത്ത പഴയതും കൂടെ കാണിക്കാൻ പറയാറുണ്ട്. അതുകൊണ്ടാണ് അതോട് കയ്യിൽ വയ്ക്കാൻ വേണ്ടി പറയുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതണം. പുതുച്ചേരിയിലുള്ള കുട്ടികളാണെങ്കിൽ അവിടുത്തെ റെസിഡൻസി കാണിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ആധാർ കാർഡൊക്കെ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. സർട്ടിഫിക്കറ്റിനെല്ലാം തന്നെ 1 വർഷത്തെ വാലിഡിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. വാലിഡിറ്റി കഴിയാത്ത സർട്ടിഫിക്കറ്റ് തന്നെ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ കോപ്പീസും എടുത്ത് വെക്കുക. പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്, 1/4/2024 NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ എന്ത് റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയാലും അതിനെല്ലാം 1 ഇയർ വാലിഡിറ്റി ആയിരിക്കണം. PWD സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ TC ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ മിനിമം 4 ഉണ്ടാകുക. പക്ഷേ നിങ്ങൾ കൂടുതലെടുത്ത് വെക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. പുതിയ ഫോട്ടോസ് ആയിരിക്കണം. എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും 3 കോപ്പി, നിങ്ങൾ അറ്റസ്റ്റഡ് കോപ്പിയും കയ്യിൽ വെക്കുക, നോർമലായിട്ടുള്ള അറ്റസ്റ്റ് ചെയ്യാത്ത കോപ്പീസും കയ്യിൽ വെക്കുക. അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള കോപ്പീസും കയ്യിൽ കരുതുക. സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തവരെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ പാസ്സാക്കി വിടുകയില്ല. അതുപോലെ അവർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടെ 2 ദിവസം തങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫെസിലിറ്റീസ്, നിങ്ങളുടെ അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ അടുത്ത ദിവസം തന്നെ ക്ലാസ്സിന് കയറുക എന്നൊരു രീതി വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിൽ വന്ന് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികൾ എന്തായാലും ഹോസ്റ്റലിൽ തങ്ങാനുള്ള രീതിയിൽ തന്നെ പോകാൻ വേണ്ടി നോക്കുക കേട്ടോ. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ വലിയൊരു ഇൻ്റർവ്യൂ പോലെയൊന്നും അല്ല. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഡേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. രണ്ടാമത്തെ ദിവസം കൗൺസിലിംഗ് ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയത്തിലായിരിക്കും നടക്കുന്നത്. അവിടെ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ റാങ്കും പറയുന്നതായിരിക്കും ചെയ്യുക. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഇത്രയും കോഴ്സിനാണ് ഇവിടെ സീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് സെലക്ട് ചെയ്യാം. അങ്ങനെ സ്പോട്ട് അഡ്മിഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ BSc നഴ്സിങ്ങിന് നമുക്കിപ്പോൾ 94 സീറ്റാണ്. ആ ഒരു സീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ BSc നഴ്സിങ്ങിന് ചേരാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ബാക്കി ഒരു പ്രയോറിറ്റിയും കൂടെ വെക്കുക. അതായത് വേറെ ഏതെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കയറാം എന്നുള്ള രീതിയിൽ, അതായത് വാക്കൻസി ഏത് സീറ്റിനാണോ വരുന്നത് നിങ്ങളുടെ താല്പര്യപ്രകാരം അങ്ങനെ കയറാൻ വേണ്ടി നോക്കുക കേട്ടോ. BSc നഴ്സിങ്ങിന് ഇല്ലെന്ന് കരുതി മറ്റ് കോഴ്സിന് വേണ്ടാന്ന് വരുന്നവർക്ക് വേണ്ടാന്ന് വരാം, അല്ലാത്തവർക്ക് അതിലോട്ട് മാറാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ സ്റ്റുഡൻസിനെ മാത്രമായിരിക്കും നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൽ കയറ്റുന്നുണ്ടാവുക, പാരൻസിനെ കയറ്റുകയില്ല. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം റെസ്റ്റ് റൂം അറേഞ്ച് ചെയ്തിരിക്കും. പക്ഷേ നിങ്ങളുടെ അക്കോമഡേഷൻ ഒന്നും തന്നെ ജിപ്മർ വഴി അറേഞ്ച് ചെയ്യില്ല. നിങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ തന്നെ നോക്കേണ്ടതായിട്ട് വരുന്നതാണ്. കുട്ടികൾ കൊണ്ടുപോകാൻ പറ്റുന്നത് 2 ബ്ലൂ പെൻ അല്ലെങ്കിൽ 2 ബ്ലാക്ക് പെൻ നിങ്ങൾ കൊണ്ടുപോവുക. അതുപോലെ ഓഡിറ്റോറിയത്തിനകത്ത് നിങ്ങൾക്ക് വാട്ടർ ബോട്ടിലും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും പെന്നും മാത്രമായിരിക്കും അലൗഡായിട്ട് വരുന്നുണ്ടാവുക. കറക്റ്റ് ടൈമിന് റിപ്പോർട്ട് ചെയ്യാത്തവരെ പിന്നെ അലോ ചെയ്യുകയുമില്ല. അതുപോലെ പോകുന്നവർ മാക്സിമം ഫീസ് കയ്യിൽ കരുതുക. ഇപ്പോൾ ട്യൂഷൻ ഫീസായിട്ട് വരുന്നത് ഒരു 11,000 സംതിങ് റുപ്പീസാണ് ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകണം, കാരണം നിങ്ങൾക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റില്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും. ഹോസ്റ്റൽ സ്റ്റുഡൻസ് ആണെങ്കിൽ 1 ഇയർ 20,000 റുപ്പീസ് ആയിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നത്. ആ ഒരു ഫീസും കയ്യിൽ കരുതാൻ വേണ്ടി നോക്കുക. ഇനി മെഡിക്കൽ എക്സാമിനേഷനാണ്. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള എക്സാമിനേഷനൊന്നും അല്ല, നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്ന് നോക്കുന്നു, അത്രമാത്രമായിരിക്കും ഉള്ളത്. അക്കോമഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പുതുച്ചേരിയിൽ തന്നെ ഒരുപാട് റെസിഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളപ്പോൾ അതൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ച് അന്വേഷിച്ച് ഒരു റൂമൊക്കെ ബുക്ക് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കറക്റ്റായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും ഷെഡ്യൂളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കുക. 27, 28, 29 എന്നീ തീയതികളിലാണ് കൗൺസിലിങ്ങും മെഡിക്കൽ സർട്ടിഫിക്കേഷനും
സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ നടക്കുന്നത്. ഇത് കറക്റ്റ് ടൈമിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. PWD സ്റ്റുഡൻസിനാണ് 3 ദിവസം വരുന്നത്. ബാക്കി സ്റ്റുഡൻസിന് 2 ദിവസം മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. എന്തായാലും നിങ്ങൾ ഓവറോൾ ഒരു 5 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കയ്യിൽ കരുതി പോവുക. അതുപോലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹോസ്റ്റലിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ പോകാൻ വേണ്ടി നോക്കുക കേട്ടോ മാക്സിമം. കാരണം അവിടെ അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് നാട്ടിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.